ഹലോ, എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. ഇന്നൊരു ശനിയാഴ്ച രാവിലെയായിട്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ഒരു 6 മണിയായപ്പോഴേക്കും എഴുന്നേറ്റു. കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് വന്നത് തന്നെ. രാവിലത്തെ ആ ഒരു മൂഡിൽ ഇങ്ങനെ വന്ന് വെളിയിലോട്ടൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കിളികളുടെ സൗണ്ടും നല്ല വെട്ടവും ഒക്കെ ആയിട്ട്. ഏപ്രിൽ മെയ് സമയങ്ങളിൽ ഇവിടെ ഒരു 5 മണിയാകുമ്പോൾ തന്നെ ഈ ഒരു വെട്ടമൊക്കെ ഉണ്ടാവും. പിന്നെ വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആദ്യം ഞാൻ എൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്, അതങ്ങോട്ട് വെച്ചു. വിളക്കിനടുത്ത് തന്നെയാണ് കേട്ടോ, ഇതൊരു പഴയ ഫോണാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ സഹസ്രനാമത്തിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്, അതങ്ങോട്ട് ഓൺ ചെയ്തു. പിന്നെ വിളക്കൊക്കെ ഒന്ന് കഴുകി. ഞാൻ എല്ലാ ദിവസവും വിളക്ക് തേക്കും കേട്ടോ. കുഞ്ഞു വിളക്കാണ്, അപ്പോൾ പിന്നെ അത് ഈസിയാണ്. പിന്നെ എൻ്റെ നെയ്യ് കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഇവിടെ നെയ്യ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാക്കി നെയ്യൊക്കെ ഒഴിച്ച് വിളക്ക് കത്തിച്ചു. ഈ രാവിലെ ശനിയാഴ്ച ദിവസം അധികം ആൾക്കാർ കാണത്തില്ലല്ലോ, റോഡിലായാലും വീട്ടിലായാലും എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര ഒരു സൈലൻറ്റ് മോഡാണ് വീട്ടിൽ. അപ്പോൾ അതൊരു പ്രത്യേക സുഖമാണ് ആ സമയത്ത് എഴുന്നേറ്റ് ഇങ്ങനെ ഒന്ന് വിളക്ക് കത്തിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ആ ഒരു ഭയങ്കര ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസമാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ആർക്കായാലും. എന്തായാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇത് നാട്ടിൽ നിന്ന് പല അമ്പലങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കുങ്കുമവും ചന്ദനവും ഭസ്മത്തിൻ്റെ എല്ലാം ഒരു മിക്സാണ് കേട്ടോ. അങ്ങനെ അതുമൊക്കെ തൊട്ട് അടുപ്പത്ത് ചായ വയ്ക്കാൻ തുടങ്ങി. ചായ പിന്നെ നമുക്ക് മസ്റ്റാണല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെ വീക്കെൻഡൊക്കെ ആകുമ്പോഴേ നമുക്ക് ചായയും കൊണ്ട് കുറച്ചധികം നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് ചുമ്മാ ഗാർഡനിലേക്കൊക്കെ നോക്കി ഒന്ന് നടക്കുകയാണ്. ചെടികളെ നോക്കി, അവിടെ വെളിയിലുള്ള കുറേ കിളികളെയൊക്കെ നോക്കി ആ ചായ പയ്യെ അങ്ങനെ അവിടെ നടന്ന് ആസ്വദിച്ച് ആ ചായയൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തു. ഈ സമയത്ത് ഒരുപാട് കിളികളുണ്ടാകും കേട്ടോ വെളിയിൽ. അപ്പോഴേക്കും പിള്ളേർ രണ്ടുപേരും ഫ്രഷായി ഇറങ്ങി വന്നു. ഒരു ദിവസം തുടങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അത് തുടങ്ങണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഓർമ്മ വെച്ചപ്പോൾ മുതൽ അങ്ങനെ തന്നെ ശീലിപ്പിക്കുന്നുണ്ട്. അവരത് കൃത്യമായിട്ട് ചെയ്യാറുമുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കണ്ടേ. വീക്കെൻഡിൽ മാത്രമാണ് നമ്മൾ സാധാരണ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്, അപ്പോഴേ അതിനുള്ള സമയമൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, മസാല ദോശയാണ്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കി ഓൾറെഡി രാവിലെ തന്നെ ഉണ്ടാക്കിയതാണ്. അതും പിന്നെ കുറച്ച് ചമ്മന്തിയും, പിന്നെ നമ്മുടെ ഇഡ്ഡലി ചമ്മന്തി പൊടിയില്ലേ, അതും വീട്ടിലുണ്ടാക്കി, നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ തന്നെ നമ്മൾ പൊടിക്കണതാണ്. അതും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ അതും എല്ലാം ചെയ്ത് നല്ല മസാല ദോശ, നല്ല നോക്ക്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ, നല്ല ക്രിസ്പി, നല്ല മെലിഞ്ഞ മസാല ദോശ നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ അതും ഇട്ട് കുറച്ച് ചമ്മന്തി പൊടിയും ഒക്കെ കൂട്ടി കഴിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശനിയാഴ്ച ആവട്ടെ.